പഞ്ചാബിൽ ഭീകരാക്രമണ പദ്ധതിയിട്ട 2 ഭീകരർ പിടിയിൽ. പ്രതികളിൽ നിന്ന് IED ഉൾപ്പെടെ സ്ഫോടക വസ്തുക്കൾ പഞ്ചാബ് പോലീസ് പിടിച്ചെടുത്തു. മൊഹാലിയിലെ പൊതു കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഭീകരർ സ്ഫോടനത്തിന് പദ്ധതിയിട്ടത്. പാക് ഭീകര ശൃംഖലയുമായി ബന്ധമുള്ളവരെയാണ് പിടികൂടിയത്. സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെല്ലാണ് ഭീകരരെ പിടികൂടിയത്. എസ് നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി. നന്ദൻ, പഞ്ചാബിലാണ് 2 ഭീകരർ പിടികൂടപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ 9 ഭീകരരെയാണ് സൈന്യം പിടികൂടിയത്, പോലീസ് പിടികൂടിയത്. ഇത്തരത്തിലുള്ള നീക്കം തന്നെയാണ് ഈ പഞ്ചാബിൽ പിടികൂടിയ ഭീകരരിൽ നിന്നും ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആസൂത്രിതമായ ചില ലക്ഷ്യങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രോഹിണി, പഞ്ചാബിലെ മൊഹാലിയിലാണ് 2 ഭീകരരെ അറസ്റ്റ് ചെയ്തത്. ഇവർ പാകിസ്ഥാനിൽ നിന്നുമുള്ള ഹാൻഡിലർമാരുടെ നിർദ്ദേശപ്രകാരം പഞ്ചാബിലെ വിവിധ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് മൊഹാലിയും അതേപോലെ തന്നെ ചണ്ഡീഗഡ് അടക്കമുള്ള മേഖലയിൽ വലിയ സ്ഫോടന പരമ്പരകൾ സൃഷ്ടിക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. പൊതു ഇടങ്ങളും അതേപോലെ തന്നെ ജനനിബിഡമായ സ്ഥലങ്ങളുമായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ പഞ്ചാബ് പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ ഇവരെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ്. രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചാബ് പോലീസ് ഇത്തരത്തിലൊരു കൃത്യമായൊരു ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ളതാണ് പഞ്ചാബ് പോലീസ് DGP വ്യക്തമാക്കുന്നത്. ഇവരിൽ നിന്നും IED സ്ഫോടനത്തിന് ആവശ്യമായ വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് ഇവർ പാകിസ്ഥാനിൽ നിന്നുമുള്ള ഹാൻഡിലർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. ഇവർക്ക് പണം നൽകിയിരുന്നു. ഇവർക്ക് സ്ഫോടക വസ്തുക്കൾ വാങ്ങുവാനുള്ള മറ്റ് കേന്ദ്രങ്ങളടക്കം ഇവർ ഈ പാകിസ്ഥാനിൽ നിന്നുമുള്ള ഹാൻഡിലർമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ ചില തീവ്രവാദ ശക്തികൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കസ്റ്റഡിയിൽ നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത 2 ഭീകരവാദികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസിയും അതേപോലെ തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളും ഈ ചോദ്യം ചെയ്യലിൽ ഭാഗമാകുന്നുണ്ട്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.